ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ 2025 അസൈൻമെന്റിന്റെ ഡേറ്റ് ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡേറ്റ് പറയുന്നത് ഏപ്രിൽ 30 അപ്പോൾ നമുക്ക് ആദ്യമേ ഉറപ്പുള്ള ഒരു കാര്യമായിരുന്നു നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നതിനുള്ള ലാസ്റ്റ് ഡേറ്റ് മാർച്ച് 31 എന്നുള്ളത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യും എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്ത് ഏപ്രിൽ 30 ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ അവസാനം നിങ്ങളുടെ റിസൾട്ട് വരുമ്പോഴോ അതല്ല എങ്കിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്തതിന് ശേഷമായിരിക്കാം നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടായിരിക്കുക. അപ്പോഴൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് അറിയാനുള്ള കുറച്ച് കാര്യങ്ങൾ തന്നെ പറയാം. അതായത് നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്റ്റഡി സെൻറ്റേഴ്സിലാണ്, റീജിയണൽ സെൻറ്ററില്ല. അത് പലർക്കും പല ഡൗട്ടാണ്. നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഒരു സ്റ്റഡി സെൻറ്റർ, റീജിയണൽ സെൻറ്ററിൻ്റെ കീഴിലുള്ള ഒരു സ്റ്റഡി സെൻറ്റർ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. അവിടെയാണ് നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ആ ഒരു അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള കുറച്ച് ഗൈഡ് ലൈൻസ്, നിങ്ങൾ എങ്ങനെയാണ് എഴുതേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചില സ്റ്റഡി സെൻറ്റേഴ്സ് അവർ തന്നെ പറയാറുണ്ട്. അതായത് ഒരു പേപ്പറിൻ്റെ 2 ഭാഗത്തും എഴുതണോ, അതല്ല ഒരു ഭാഗത്ത് മാത്രമാണോ എഴുതേണ്ടത്. അതുപോലെ തന്നെ പേജ് ലിമിറ്റ് 30 പേജ് ഉപയോഗിക്കാം, അത്ര മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ, അതിൽ കൂടുതൽ ഉപയോഗിക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചില സ്റ്റഡി സെൻറ്റേഴ്സ് പറയാറുണ്ട്. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ഗൈഡ് ലൈൻ നിങ്ങൾക്കുണ്ടോ, അതുപോലെ സബ്മിറ്റ് ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ ഇങ്ങനെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്ന് പ്രത്യേകം പറയുകയാണെങ്കിൽ ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ ചെയ്യേണ്ടത്. അസൈൻമെന്റ് സബ്മിഷൻ ഓർഡർ എന്ന് പറയുന്നത് ആദ്യം തന്നെ നിങ്ങൾ വെക്കേണ്ടത് 2 ഇവാലുവേഷൻ ഷീറ്റ് ആണ്. അത് ചില സ്റ്റഡി സെന്റേഴ്സ് 1 മതി എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങൾ വെക്കേണ്ടത് ഒരു പേഴ്സണൽ ഡാറ്റ ഷീറ്റ്. അതായത് നിങ്ങളുടെ പേഴ്സണലി ഉള്ള കാര്യങ്ങൾ, നിങ്ങളുടെ പേര്, എൻറോൾമെന്റ് നമ്പർ, നിങ്ങളുടെ അഡ്രസ്സ്, ഫോൺ നമ്പർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരു പേഴ്സണൽ ഡാറ്റ ഷീറ്റാണ്. അതിനുശേഷം നിങ്ങളുടെ ID കാർഡ്, അത് ചില സ്റ്റഡി സെന്റേഴ്സ് മാത്രമാണ് പറയാറുള്ളത്. അതിനുശേഷം വേണം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ വെക്കാൻ വേണ്ടിയിട്ട്. ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് അതിൻ്റെ ക്വസ്റ്റ്യനും എഴുതിയിട്ട് ആൻസർ എഴുതാവുന്നതാണ്. അതല്ല എങ്കിൽ ക്വസ്റ്റ്യൻ നമ്പർ മാത്രമാണ് എഴുതുന്നതെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾ അസൈൻമെൻറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എല്ലാ പേപ്പറിലും നിങ്ങൾ നമ്പർ ഇട്ട് വെക്കുക. കാരണം ഒരുപാട് പേജസ് ഉണ്ടാവും, അപ്പോൾ നമുക്ക് മാറാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ആൻസറൊക്കെ അത് ചേഞ്ച് ആയി പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എഴുതുമ്പോൾ തന്നെ നിങ്ങൾ ഓരോ പേപ്പറിനും താഴെയായിട്ട് 1, 2, 3 എന്ന് എഴുതിക്കൊണ്ട് തന്നെ നിങ്ങൾ അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി അടുത്തൊരു ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ എഴുതിയ അസൈൻമെന്റിന്റെ ഒരു ഫോട്ടോ കോപ്പി നിങ്ങളുടെ കയ്യിൽ തന്നെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് വളരെ കഷ്ടപ്പാടാണ്, കാരണം എല്ലാത്തിൻ്റെയും പ്രിന്റ് എടുക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ സ്കാൻ ചെയ്ത കോപ്പി സൂക്ഷിക്കുക. അഥവാ നിങ്ങളുടെ അസൈൻമെന്റ് മിസ്സാവുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് അത് പ്രിന്റ് എടുത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ട സബ്മിഷൻ സമയത്ത് നമുക്ക് വേണ്ട ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പേപ്പറാണ് നമ്മളുടെ ഈ ഒരു അക്നോളജ്മെന്റ് സ്ലിപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു സ്ലിപ്പ് നമ്മളുടെ അസൈൻമെന്റിന്റെ കൂടെ നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ട കാര്യമില്ല. ഇത് നമ്മളുടെ കയ്യിൽ വെക്കേണ്ട ഒരു പേപ്പറാണ്. അതായത് ഇതിൽ നമ്മൾ എൻറോൾമെന്റ് നമ്പറും നെയിം ഓഫ് ദ സ്റ്റുഡൻറ്റും എല്ലാം കൂടി പ്രോഗ്രാം കോഡും ഒക്കെ എഴുതുക. അതിനുശേഷം കോഴ്സ് കോഡ് എന്നുള്ള ഭാഗത്ത് നമ്മൾ എത്ര അസൈൻമെന്റ് ആണോ എഴുതുന്നത് ആ ഒരു അസൈൻമെന്റിന്റെ കോഡ് ഇവിടെ എഴുതി കൊടുക്കുക. ഇപ്പം നിങ്ങൾ 5 അസൈൻമെന്റ് ആണ് വെക്കുന്നത് എങ്കിൽ ആ ഒരു 5 അസൈൻമെന്റിന്റെയും കോഡ് ഇവിടെ കൊടുക്കുക. അതിനുശേഷം ഈ ഒരു പേപ്പർ നമ്മൾ അസൈൻമെന്റ് സബ്മിഷൻ ടൈം അവിടെയുള്ള ആളിട്ട് നമ്മൾ കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ അവർ നമ്മുടെ അസൈൻമെന്റ് ചെക്ക് ചെയ്യുന്നു, നമ്മൾ എത്ര അസൈൻമെന്റ് ആണ് വെച്ചിട്ടുള്ളത് എന്ന് അവർ ചെക്ക് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് സിഗ്നേച്ചർ ഇട്ട് സിഗ്നേച്ചറും അതുപോലെ തന്നെ സീലൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ പേപ്പർ നമ്മുടെ കയ്യിൽ തന്നെ തിരിച്ചു തരുന്നു. ഈ ഒരു പേപ്പർ മാത്രമാണ് നമ്മൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തു എന്നതിനുള്ള ആകെ ഒരു പ്രൂഫ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സ്ലിപ്പ് വളരെ സൂക്ഷിക്കേണ്ടതാണ്. നിങ്ങൾ അസൈൻമെന്റിന്റെ റിസൾട്ട് വരുന്നത് വരെ നിങ്ങൾ ഈ ഒരു സ്ലിപ്പ് സൂക്ഷിക്കുക. അഥവാ നിങ്ങളുടെ അസൈൻമെന്റിന്റെ ഒരു അപ്ഡേഷനും വന്നിട്ടില്ല, നിങ്ങൾക്ക് അസൈൻമെന്റ് മാർക്ക് വന്നിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ലിപ്പ് എടുത്ത് നിങ്ങളുടെ RCയിൽ പോവുകയോ അല്ലെങ്കിൽ സ്റ്റഡി സെന്ററിൽ പോയിട്ട് നിങ്ങൾക്ക് കംപ്ലൈന്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് സൂക്ഷിക്കുക. ഇനിയിപ്പോൾ ബൈ പോസ്റ്റ് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ ഓൺലൈൻ സബ്മിറ്റ് ചെയ്യുന്നവർക്ക് യാതൊരു സ്ലിപ്പും ഇതുപോലെയുള്ള സ്ലിപ്പും കിട്ടുന്നതായിരിക്കില്ല. അപ്പോൾ നിങ്ങൾ ഓഫ്ലൈനായിട്ട് നിങ്ങൾ പോയിട്ട് തന്നെ സബ്മിറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇങ്ങനെ ഒരു പ്രൂഫ് നിങ്ങൾക്ക് ലഭിക്കുക. നിങ്ങൾ ബൈ പോസ്റ്റ് ചെയ്യുമ്പോൾ ആ പോസ്റ്റ് ഓഫീസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പേപ്പർ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അസൈൻമെന്റ് ട്രാക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കും. ആ ഒരു പേപ്പർ ആണെങ്കിൽ ആ ഒരു പേപ്പർ നിങ്ങൾ സൂക്ഷിക്കുക.
നമ്മുടെ അസൈൻമെൻറ്റിൻ്റെ ഫ്രണ്ട് പേജ് എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ബൈ പോസ്റ്റ് എങ്ങനെയാണ് നിങ്ങൾ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിങ്ങളുടെ പോസ്റ്റ് ചെയ്തിട്ടുള്ള അസൈൻമെൻറ്റ് ട്രാക്ക് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു.